ഹായ് ഫ്രണ്ട്സ്, മൈ കാർ ഓൾ സർവീസ് മൾട്ടി ബ്രാൻഡ് കാർ വർക്ക്ഷോപ്പ് ഇൻ കൂടപ്പുഴ ചാലക്കുടി. നമ്മുടെ അടുത്തൊരു ഇന്നോവ വന്നിരുന്നു. എ സി കൂളിംഗ് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് വന്ന വണ്ടിയാണിത്. അപ്പം നമ്മളിത് വണ്ടി ചെക്ക് ചെയ്തതിൻ്റെ പ്രഷർ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ കൂളിംഗ് കോയിലാണ് ലീക്ക്. എക്സ്റ്റേണൽ ലീക്കൊന്നും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല, പക്ഷെ പ്രഷർ ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അത് കൂളിംഗ് കോയിലാണ് ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വണ്ടിക്ക് 2 കൂളിംഗ് കോയിലാണ് വരുന്നത്. ഒന്ന് ഫ്രണ്ട് പാർട്ടിലൊരു കൂളിംഗ് കോയിൽ വരുന്നുണ്ട്, അത് കുറച്ച് വലിയ ടൈപ്പാണ്. പിന്നെ ബാക്ക് സൈഡിലും ഒരു കൂളിംഗ് കോയിൽ വരുന്നുണ്ട്, റിയർ എ സി. ഇതിന് 2 എ സി ഉണ്ട്, ഫ്രണ്ട് എ സിയും റിയർ എ സി. അപ്പോൾ ഇതാണ് റിയർ എ സി. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെൻസോ എന്ന് പറയുന്ന കമ്പനിയുടെ കൂളിംഗ് കോയിലാണ് ഇതിന് പുതിയത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കൂളിംഗ് കോയിലും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും കൂളിംഗ് കോയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എ സി ഗ്യാസ് എല്ലാം ചാർജ് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം നല്ല കൂളിംഗ് തന്നെയാണ് നമ്മുടെ ഈ വണ്ടിക്കുള്ളത്. നമുക്കിതിൻ്റെ ഇൻസൈഡിലെ ക്യാബിൻ ടെമ്പറേച്ചർ ഒന്ന് നോക്കാം. നോക്കൂ, 8.3, 8.5 ബിലോ 9 ഡിഗ്രി ക്യാബിൻ ടെമ്പറേച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഓൺ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. അപ്പോൾ നമുക്കൊരു ബിലോ 9 ഡിഗ്രി ക്യാബിൻ ടെമ്പറേച്ചർ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ കൂളിംഗ് കോയിൽ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഡാഷ്ബോർഡെല്ലാം കംപ്ലീറ്റായി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫിറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എ സി ഓക്കെയാണ്. താങ്ക് യു ഫ്രണ്ട്.